നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളി തുടരുമെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ വ്യക്തമാക്കിയതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലവിലെ കോൺട്രാക്റ്റ് 2025 അവസാനിക്കുകയാണല്ലോ. സോ എവിടെ തുടരും, ഏത് ക്ലബിൽ തുടരും? ഇടക്കാലത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ ഹിലാലിലേക്ക് പോയേക്കുമെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അൽ ഹിലാലിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അവരുടെ ഡയറക്ടർ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നതും നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് സംസാരിക്കാനില്ല എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ ജനുവരി മുതൽ മറ്റ് ക്ലബ്ബുകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറോടുകൂടി അവസാനിക്കും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റ് ക്ലബ്ബുകളുമായിട്ട് നെഗോഷിയേഷൻ ജനുവരി 1 മുതൽ തുടങ്ങാം. അപ്പോൾ എന്തായിരിക്കും CR7 അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയാണ്. CR7 തന്നെ കഴിഞ്ഞ ഗ്ലോബ് സോക്കർ അവാർഡിൻ്റെ സമയത്ത് പറഞ്ഞു കളി തുടരും, ക്ലബിന് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും ഗോളടിക്കണം, ട്രോഫികൾ വാരിക്കൂട്ടണം, അത് തന്നെയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുമ്പോൾ കളി നിർത്താൻ എന്തായാലും അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എവിടെ? ഇപ്പോൾ മാർക്ക അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രീ ടു നെഗോഷിയേറ്റ് ആൻഡ് ഓപ്പൺ ടു ന്യൂ ചലഞ്ചസ് എന്നാണ് അവർ ടൈറ്റിൽ കൊടുക്കുന്നത്. പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. മാർക്ക് പറയുന്നു, CR7 നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഭാവി എന്തായിരിക്കും, ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ലല്ലോ എന്ന്. CR7 അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്ന 2 കാര്യങ്ങളുണ്ട്, 2 സെർട്ടനിറ്റിയുണ്ട്. ഒന്ന്, ക്രിസ്ത്യാനോ റൊണാൾഡോ കളി തുടരും. ക്രിസ്ത്യാനോ വാണ്ട്സ് ടു കണ്ടിന്യൂ പ്ലേയിങ്. അദ്ദേഹത്തിന് ബൂട്ടഴിക്കാനുള്ള സമയം ഇനിയുമായിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ സെർട്ടനിറ്റി അതാണ്, അദ്ദേഹം കളി തുടരും. രണ്ടാമത്തത്, അദ്ദേഹം സൗദി അറേബ്യയിൽ വളരെ കംഫർട്ടബിളാണ്, വളരെ ഡിസിസീവായിട്ട് അവിടുത്തെ ഡെവലപ്മെൻറ്റിൽ അദ്ദേഹം റോള് വഹിക്കുന്നുണ്ട്. ഗ്ലോബൽ വിസിബിലിറ്റി സൗദി ലീഗിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. വമ്പൻ താരങ്ങൾ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ പുതിയൊരു ചലഞ്ച് ഏറ്റെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. സോ സൗദി വിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു സൂചനയാണ് അവിടെ നൽകുന്നത്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ഒരു കാര്യം കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സൗദി ലീഗിൽ കിരീടം ചൂടാതെ അവിടം വിട്ട് പോകണമെന്നില്ല. അദ്ദേഹം അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതുമാണ്. പോയിടത്തൊക്കെ ഞാൻ ചാമ്പ്യനായിട്ടുണ്ട്, ഇവിടെയും തനിക്കത് വേണം എന്ന് ക്രിസ്ത്യാനോ പറഞ്ഞതാണ്. പക്ഷേ നല്ലൊരു പുതിയ പ്രൊജക്റ്റ് പുറമേ നിന്ന് വന്നാൽ ഇതൊരു ഒബ്സ്റ്റക്കിൾ ആവില്ല, ഇവിടെ കിരീടം ചൂടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോവാതിരിക്കില്ല. പുതിയൊരു ചലഞ്ച് ഏറ്റെടുക്കാൻ CR7 റെഡിയാവും എന്നാണ് ഇപ്പോൾ മാർക്കയുടെ റിപ്പോർട്ട്. എന്തായാലും ആരാധകർ ആകാംക്ഷയോട് നോക്കിയാണ് അൽ നസർ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുമോ, ഇനി അതല്ല സൗദിയിൽ തന്നെ മറ്റേതെങ്കിലും ക്ലബ്ബിൽ ക്രിസ്ത്യാനോയെ കാണാൻ കഴിഞ്ഞേക്കുമോ, ഇനി അതുമല്ല അദ്ദേഹം അവിടം വിട്ട് യൂറോപ്പിലേക്ക് മടങ്ങുമോ? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.